ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് രാവിലെയാണെങ്കിലും വൈകിട്ടാണെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യാൻ പറ്റുന്ന പല രീതിയിലുള്ള പാൻ കേക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇതിൽ ഓട്സ് വെച്ചിട്ടും ഗോതമ്പ് പൊടി വെച്ചിട്ടും പഴം വെച്ചിട്ടും അങ്ങനെ പല ഫ്ലേവറിലുള്ള പാൻ കേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതെടുത്ത് കാണാം കേട്ടോ. അപ്പോൾ ഇതിലാദ്യം ഷെയർ ചെയ്യുന്നത് നല്ല പക്ക ഫ്ലേവറിലുള്ള പാൻ കേക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് മൈദയാണ് കേട്ടോ. 1.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. മൈദ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. 1.5 കപ്പ് മൈദയും 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ സോൾട്ടഡ് ബട്ടറാണ് ഇതിലോട്ട് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ബ്ലെൻഡറിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഫ്രിഡ്ജിലുള്ള മുട്ടയാണെങ്കിൽ കുറച്ച് അരമണിക്കൂർ മുന്നേ എടുത്ത് വെക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ എടുക്കാനായിട്ട് ഇതിലോട്ട്. അപ്പോൾ 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിലോട്ട് 1/2 കപ്പ് പാലാണ് കേട്ടോ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, ഞാനത് പറയാം എത്രയെന്ന്. പിന്നെ ഇതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 ടേബിൾ സ്പൂണ് ബട്ടറാണ് കേട്ടോ, മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ചേർത്ത് കൊടുക്കുക. ചൂടോടെ ചേർക്കരുത് ബട്ടർ, ചെറുതായിട്ട് ചൂടാറിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടണം. അതുപോലെ ഇതിൻ്റെ നല്ലോണം ഒന്ന് പതഞ്ഞ് വരുന്ന രീതിയിൽ, ഒരു ഫ്ലഫി ആകുന്ന രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഇലക്ട്രിക് എഗ് ബീറ്ററും ഉണ്ട്. ആദ്യം പഞ്ചസാരയും മുട്ടയും ഒക്കെ ബീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് കുറച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മൈദ കൂട്ട് കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. സാവധാനം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ, ഓവർ സ്പീഡായിട്ടല്ല, സാവധാനം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേശ്ശേ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് നോക്കിയിട്ട് പാല് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് നോക്കിയിട്ട് ഞാൻ പറയാട്ടോ എത്രയാണ് പാല് ഇനി ചേർത്ത് കൊടുക്കുന്നതെന്ന്. അപ്പോൾ സാവധാനം തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. ഇതിൽ സ്പീഡിൽ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സാവധാനം മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഇനി കുറച്ച് മൈദ ചേർത്ത് കൊടുക്കാം ബാക്കിയുണ്ട്. അപ്പോൾ അതിന് മുന്നേ 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പാലാണ് കേട്ടോ, മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1/4 കപ്പ് എടുത്തിട്ടാണ് ഞാൻ അര കപ്പാണ് കപ്പ് എടുത്തതെങ്കിലും 1/4 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ 3/4 കപ്പ് പാലാണ് ഇതിലോട്ട് വേണ്ടത്. ആദ്യം നമ്മൾ 1/2 കപ്പ് ചേർത്തു, ഈ ഒരു സമയത്ത് 1/4 കപ്പ് ചേർത്തു. ഇനി ബാക്കി കുറച്ച് മൈദ ബാക്കിയുണ്ടായി, ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് 3/4 കപ്പ് പാല് ആദ്യം തന്നെ വേണമെങ്കിൽ ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന സമയത്ത്. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1/4 കപ്പ് ഈ ഒരു സമയത്ത് ചേർത്തത്. അപ്പോൾ നിങ്ങൾ 3/4 കപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ റൂം ടെമ്പറേച്ചറിലുള്ള പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ മുട്ടയുടെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ 1-2 ടേബിൾ സ്പൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. പോരാ എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ പാല് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ബാറ്റർ എന്ന് പറയുന്നത് ഇഡലി മാവിൻ്റെ ആ ഒരു തിക്നെസ്സാണ് കേട്ടോ വേണ്ടത്. ഇതിലോട്ട് നമ്മൾ പാനിലോട്ട് നിരത്തി കൊടുക്കുകയല്ല, ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡലി മാവിൻ്റെ പരുവം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പാലൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പാകത്തിനായിക്കോളും. മുട്ട എടുക്കുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മുട്ട എടുത്താൽ മതി. ഇതിപ്പോൾ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ലൊരു നൈസായിട്ടുള്ളൊരു മാവ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പരുവം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അളവൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാകത്തിനായിക്കോളും. മൈദയൊക്കെ എടുക്കുമ്പോൾ വടിച്ചിട്ട് എടുക്കാം കേട്ടോ. 1.5 കപ്പ് അതുപോലെ പാലും മുട്ടയും ഒക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള മാവ് റെഡിയായി കിട്ടും. അപ്പോൾ ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി എടുക്കാം. നല്ല ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറക്കാട്ടോ. എന്നിട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ, നിരത്തി കൊടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചെറുതായിട്ട് ഹോൾസൊക്കെ വരാൻ തുടങ്ങും. എന്നിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
ഇതിപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ചെറുതായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറക്കുക, എന്നിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മുകൾ ഭാഗമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ മുകൾ ഭാഗം വേകുമ്പോൾ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നാൽ അറിയാലോ. ഇനി നമ്മളിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാനുണ്ട്. നല്ല ഹോൾസൊക്കെ വന്നിട്ട് കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ സൈഡ് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറുമ്പോൾ നമുക്ക് മാറ്റാം. അപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറേ നേരം വെക്കണമെന്നില്ല കേട്ടോ. കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. അതുപോലെ മുകൾ ഭാഗമൊക്കെ നല്ല ഒന്നും കൂടെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ. ഇപ്പോൾ കണ്ടില്ലേ ഇതിപ്പോൾ ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൻ കേക്കാണ്. അപ്പോൾ നല്ല പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം ഇതിങ്ങനെ ഒരു പ്ലഫി ആയിട്ടൊരു സോഫ്റ്റായിട്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ട് പൊങ്ങി വരുന്നൊരു പരുവല്ലേ, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. നമ്മളിനി മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് മാവ് ഒഴിച്ചു കൊടുക്കട്ടെ. അല്ലെങ്കിൽ ചൂട് നല്ലോണം കുറഞ്ഞിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കത്ര പെട്ടെന്ന് ഹോൾസൊന്നും വരില്ല. അപ്പോൾ ഫ്ലെയിം നല്ലോണം ആദ്യം നമ്മൾ കുറച്ച് വെച്ചിട്ടല്ലേ വേവിക്കുമ്പോൾ കുറച്ച് വെക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയാൽ മതി. എന്നിട്ട് ഇതുപോലെ ഹോൾസൊക്കെ ഒന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം വീണ്ടും കുറച്ച് വേവിച്ചെടുക്കുക. പിന്നീട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കി കൊടുത്താൽ മതി. ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാനിത് സെർവ് ചെയ്യുന്നതും കാണിച്ചു തരാം. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്കിത് രണ്ട് രീതിയിൽ സെർവ് ചെയ്യാം കേട്ടോ. ഹണി നമ്മൾ മുകളിലോട്ട് ഡിപ്പ് ചെയ്തിട്ടും നമുക്ക് സെർവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഒരെണ്ണം കഴിച്ചാൽ തന്നെ മതി ധാരാളം വയറൊക്കെ നിറയാനായിട്ട്. അപ്പോൾ ഹണി ഇഷ്ടമുള്ളവർക്ക് മുകളിലോട്ട് ഹണി നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാശൊക്കെ നമുക്ക് മുകളിലോട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ന്യൂട്ടല്ല വെച്ചിട്ടും നമുക്ക് ഇത് സെർവ് ചെയ്യാം. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഹണി വെച്ചിട്ട് ഈ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഹണിയും ഇതും എല്ലാം കൂടെ വരുമ്പോൾ ഇനി നമുക്ക് ന്യൂട്ടല്ല, ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ന്യൂട്ടല്ല ബട്ടറാണ് കേട്ടോ. പീനട്ട് ബട്ടറാണ്, ന്യൂട്ടല്ല പീനട്ട് ബട്ടറാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ന്യൂട്ടല്ല ഉണ്ടെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത് കേട്ടോ. എന്നിട്ട് ഇതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വേറൊരു പാൻ കേക്കും കൂടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പീനട്ട് ബട്ടർ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗനാശയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തായാലും കുട്ടികൾ കഴിക്കും. മുകളിലോട്ട് ഇങ്ങനെ നമ്മൾ ഐസിങ് ബാഗിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക്. അതുപോലെ നമുക്ക് ടിഫിൻ ബോക്സിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാനൊക്കെ ഇതുപോലെ വേണമെങ്കിൽ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വേറൊരു പാൻ കേക്ക് സെയിം ഇതുപോലെ വെച്ച് കൊടുക്കാം. സെയിം സൈസിലുള്ള പാൻ കേക്ക് ഇതുപോലെ നമ്മൾ ഈ ഒരു രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നടുക്കുന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴാണെങ്കിലും രാവിലെ ആണെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഏത് കുട്ടികളും കഴിക്കും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. നമ്മൾ ഓട്സും പഴവും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് 3 കപ്പ് ഓട്സാണ്. അപ്പോൾ ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവം തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും നല്ലതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പഴമാണ്. ചെറുപഴമായതുകൊണ്ട് 4 ചേർക്കാം. ഇതിപ്പോൾ ഈ ഒരു സൈസിലുള്ള പഴമാണെങ്കിൽ 3.5 ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് നല്ല വലിയ സൈസിലുള്ള ചെറുപഴമാണെങ്കിൽ 3.5 ചേർത്ത് കൊടുക്കാം. നല്ലോണം ചെറിയ സൈസിലുള്ള പഴമാണെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ റോബസ്റ്റ പഴമാണെങ്കിൽ 2 ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നിന്നും ഒരു 1/4 ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 പഴം ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ചെറുപഴത്തിൻ്റെ കണക്ക് 4 പഴം എന്ന രീതിയിലാണ്. പിന്നെ കുഴപ്പമില്ല, 4 നമുക്ക് ചേർത്ത് കൊടുക്കാം, സൈസ് കുറച്ച് വലുതാണെങ്കിലും. പക്ഷേ പഴം കൂടുതലാകുമ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് തന്നെയായിരിക്കാം മുന്നിട്ട് നിൽക്കുന്നത്. ചെറുപഴത്തിൻ്റെ കണക്ക് 4 പഴം എന്ന രീതിയാണ്. റോബസ്റ്റ പഴം 2 കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4 പഴവും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3/4 പഴം.
പിന്നെ ഇനി ഇതിലോട്ട് വേണ്ടത് 4 മുട്ട. അപ്പോൾ 4 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 4 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേണ്ടത് പാല്, സാധാ പാക്കറ്റ് പാലാണ്. 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പാൽ അല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ടത് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടറാണ്. 1/4 കപ്പ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരിച്ചിരി പട്ട പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലോട്ടാക്കി കൊടുക്കാം. നല്ലോണം തിക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരിച്ചിരി പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പാലിന് പകരം. പാല് ചേർത്ത് തന്നെ കൊടുക്കുമ്പോഴാണ് ഒന്നും കൂടി ടേസ്റ്റ് കൂടുതൽ. ഇതിപ്പോൾ കുറച്ചധികം തിക്കായിട്ടാണുള്ളത്. അപ്പോൾ ഇത്രയും തിക്ക് വേണ്ട. നമുക്കിതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ പാല് ചേർത്ത് കൊടുക്കാം. ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാൽ തന്നെയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള. മൊത്തത്തിൽ 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൻ കേക്കൊക്കെ ആ ഒരു പരുവ തന്നെയാണ്. പാൻ കേക്ക് തന്നെയാണ് കേട്ടോ ഇതിന് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ്. പഴവും ഓട്സും മുട്ടയും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാ ദോശയൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ദോശയിൽ പാൻ കേക്ക് പോലെ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് വേണ്ടത്. ഇനി ഞാനിതൊരു കണ്ടെയ്നറിലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്യാട്ടെ. ഇത് കേടാവത്തൊന്നുമില്ല. ഇതിലോട്ട് നമ്മൾ തേങ്ങ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. തേങ്ങ, ഉഴുന്ന്, ഈസ്റ്റൊന്നും ചേർക്കുന്നില്ല. നമുക്ക് കുറേ നാളിത് സ്റ്റോർ ചെയ്യാം ഫ്രിഡ്ജിൽ. എന്തെങ്കിലും ഒരു 4 ദിവസമൊക്കെ ഞാൻ വെക്കാറുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. അപ്പോൾ ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ രാവിലെ ആണെങ്കിലും രാത്രിയോ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടി കാണിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പാൻ നല്ല ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഫുള്ള് ഹോൾസ് വരാനൊന്നും നിൽക്കണ്ട. ചെറുതായിട്ടൊന്ന് ഹോൾസ് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ചെറിയൊരു ഹോൾസൊക്കെ വരാൻ തുടങ്ങും. എന്നിട്ട് മൂടി വെച്ചിട്ട് ഫ്ലെയിം നല്ലോണം കുറച്ച് വേവിച്ചെടുക്കുക കേട്ടോ. ഒരു സൈഡ് വെന്ത് വരുമ്പോൾ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം ഒരിച്ചിരി കൂട്ടാം. ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വേവിക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ രണ്ടാമത് ചുട്ടെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെക്കുക. എന്നിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം മൂടി വെച്ചിട്ട് ഫ്ലെയിം കുറച്ചാൽ മതി. ഈ ഒരു രീതിയിൽ ഓരോന്നും നമുക്ക് ആവശ്യാനുസരണം ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് കഴിക്കാനായിട്ട് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക്, കുട്ടികളൊക്കെ ആണെങ്കിൽ ചോക്ലേറ്റ് ആയിരിക്കും ഇഷ്ടം. മുകൾ ഭാഗത്തേക്ക് ഒന്ന് ചോക്ലേറ്റ് ഡിപ്പാക്കി കൊടുത്തിട്ട് സെർവ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കെച്ചപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതും ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളിതിലോട്ട് പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ലല്ലോ, പഴത്തിൻ്റെ മധുരം മാത്രമാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി മധുരം ഇതുപോലെ ചോക്ലേറ്റ് സോസാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് ഇതിൻ്റെ കൂടെ ചോക്ലേറ്റ് സോസ്. ചോക്ലേറ്റ് ഗനാശയും നമുക്ക് കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന നമ്മൾ ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് ഗനാശയും ഇതുപോലെ നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. സെയിം തന്നെയാണ് ഈ ഒരു ചോക്ലേറ്റ് സോസും ചോക്ലേറ്റ് ഗനാശയും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ തന്നെ ഹണി വേണമെങ്കിൽ ഹണി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് 3 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ ഇതിലോട്ട് ചേർക്കുന്ന പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള. തണുത്ത പാലല്ല, ചൂടുള്ള പാലുമല്ല, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ പരുവം അനുസരിച്ച് നമുക്ക് പാൽ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പാലാണ് കേട്ടോ മൊത്തത്തിൽ ചേർത്തത്.
ആദ്യം 1 കപ്പും പിന്നെ 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പാല് പാകത്തിനായിക്കോളും. ഇതിപ്പോൾ 1/4 കപ്പ് പാല് നല്ല പാകത്തിനായിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നല്ല തിക്കായിട്ടുള്ള മാവ് തന്നെയാണ് വേണ്ട, ലൂസായിട്ടുള്ള മാവല്ല. ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം 15-20 മിനിറ്റൊക്കെ മൂടി വെച്ചിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 20 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പരുവം നമ്മൾ നേരത്തെ വെച്ച ഒരു രീതിയിൽ തന്നെ ഉണ്ട്. മാവ് തിക്കായിട്ടൊന്നുമില്ല, നല്ല പാകത്തിന് തന്നെ ഉണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നല്ലോണം തിക്കെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരിച്ചിരി നമുക്ക് പാൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി, 1 ടേബിൾ സ്പൂണൊക്കെ. പക്ഷേ ഇത് നല്ല പാകത്തിന് കറക്റ്റ് പരുവം തന്നെയാണ്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. ഒരു പാൻ നല്ല ചൂടായ ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നിരത്തി കൊടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ സൈഡിലും മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ട് ഹോൾസ് വരാൻ തുടങ്ങുമ്പോൾ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ ഹോൾസ് വന്നിട്ടുണ്ടായിന് ഞാൻ മൂടി വെക്കുമ്പോൾ ഞാനിത് കട്ട് ചെയ്തെന്നേ ഉള്ളൂ. നല്ല ഫുള്ളായിട്ട് ഇതുപോലെ ഹോൾസ് വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലോട്ടും ഒരു ഇച്ചിരി നെയ്യ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കുറച്ച് നേരം വെച്ചിട്ട് നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പാൻ കേക്കാണ്. അപ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. ഇനി നമ്മൾ തേന് മുകൾ ഭാഗത്തോട്ട് ഒഴിച്ച്, തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പാണെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ എന്തുവേണമെങ്കിലും നമുക്ക് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുത്തിട്ട്, ഞാനിപ്പോൾ തേനാണ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻ കേക്കാണ്. അപ്പോൾ ഇതുപോലെയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഉണ്ടാക്കിയെടുക്കുന്നത് പഴവും മുട്ടയും വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാൻ കേക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് ഇതുപോലെ 2 റോബസ്റ്റ പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നേന്ത്രക്കായ വെച്ചിട്ട് ചെയ്യാം. നേന്ത്രപ്പഴം മീഡിയം സൈസിലുള്ള എടുത്താൽ മതി. അതുപോലെ ചെറുപഴം വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ചെറുപഴമാണെങ്കിൽ ഒരു 4 എടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഇത് എളുപ്പമാണ് കേട്ടോ. നമുക്ക് രാവിലെ വേണമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട്. ഇപ്പോൾ 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, റൈസ് ഫ്ലോർ. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം 3 ടേബിൾ സ്പൂൺ ആയിരുന്നു കേട്ടോ ചേർത്ത് കൊടുത്താൽ, പിന്നീട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ പഞ്ചസാര 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ടേബിൾ സ്പൂൺ 1/4 കപ്പാണ്. അതുപോലെ ഇതിലോട്ട് കുറച്ച് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സാധാ പശുവിൻ പാല്. പിന്നെ ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്, ഓപ്ഷണലാണ്. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പഴമൊക്കെ നന്നായിട്ട് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് അരിപ്പൊടി നേരത്തെ പറഞ്ഞ പോലെ 1/4 കപ്പാണ്, 4 ടേബിൾ സ്പൂണാണ്. അപ്പോൾ അത് മാറിപ്പോകരുത്. അതുപോലെ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പാല് 1/4 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ പഞ്ചസാരയുടെ അളവ് കൂടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാട്ടെ നിങ്ങൾക്ക്. പിന്നെ പഞ്ചസാര ചേർക്കാതെയും ചെയ്യാം. ഹണിയൊക്കെ ഡെക്കറേറ്റ് ചെയ്യുന്ന രീതിയിൽ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട്, അങ്ങനെയാണെങ്കിൽ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ നല്ല ചൂടായ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വലുതാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണ്ട. മാവ് ഒരു തവി ഫുള്ളായിട്ടൊന്നുമല്ല, കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചിട്ട് മുകൾ ഭാഗം കുക്കായി വരുമ്പോൾ ഈ ഒരു സമയത്താണ് ഇതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ ചേർത്തിട്ടൊന്നുമില്ല അതിന്. എന്നിട്ട് ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മുകൾ ഭാഗം കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇത് നല്ലോണം വലുതാക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. ഈ ഒരു സൈസിൽ നമുക്കൊരു 7-8 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിനേക്കാളും ചെറുതാക്കുന്നുണ്ടെങ്കിൽ ഒരു 10 എണ്ണം വരെ ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട്, ഇത് മാറ്റാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും ചുട്ടെടുക്കുക. ഇനി നമ്മൾ വീണ്ടും ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതിൽ നെയ്യിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്താൽ മതി. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം നല്ലോണം കുറക്കുക. ഈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഈ ഒരു രീതിയിൽ ഓരോന്നും ചുട്ടെടുത്താൽ മതി.
അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ എന്തായാലും കഴിക്കും. പിന്നെ പഴം നല്ല പഴുത്ത പഴം അതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കറുത്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊന്നും കഴിക്കാറില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അധികം പണിയൊന്നുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ അരിപ്പൊടി ആണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ചുട്ടെടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാനൊരു ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഹണി നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഹണി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ട് അങ്ങനെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാതെയും നമുക്ക് കഴിക്കാം കേട്ടോ. ഹണിയോ ചോക്ലേറ്റ് സിറപ്പോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ എന്ന രീതിയിൽ മാത്രം ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ.